ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 14. ലോത്തിനെ രക്ഷിക്കുന്നു. ഷീനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അരിയോക്, ഏലാം രാജാവായ കെദോർ ലാവോമർ, കൊയിം രാജാവായ തീദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദോം രാജാവായ പേര, ഗൊമോറ രാജാവായ ബീർഷ, ആത്മാ രാജാവായ ഷീനാബ്, സെബോയിം രാജാവായ ഷെമെബർ, ബേല അതായത് സോവോർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിദ്ദിം താഴ്വരയിൽ അണിനിരന്നു. അതിപ്പോൾ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം കേദോർ ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു. എന്നാൽ 13-ാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി. 14-ാം വർഷം കേദോർ ലാവോമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത്ത്, കർണായിമിൽ റാഫായിമുകളെയും, ഹാമിൽ സൂസുമികളെയും, ഷാവേ കിരിയാത്തമയിൽ എമുമുകളെയും, സെയിർ മലകളിൽ ഹോര്യരെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽ പരാൻ വരെയെത്തി. അവർ പിന്തിരിഞ്ഞ് എൻ മിഷ്പാത്തിൽ അതായത് കാദേശിൽ ചെന്ന് അമലേക്കരുടെ നാട് കീഴടക്കി. ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗൊമോറ, ആത്മാ, സെബോയിം, ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിം താഴ്വരയിൽ ഏലാം രാജാവായ കെദോർ ലാവോമർ, ഗോയിം രാജാവായ തീദാൽ, ഷീനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ. സിദ്ദിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു. സോദോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗൊമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്നു ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തോടടുപ്പിച്ചാണ് അബ്രാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ചു. ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. മെൽക്കിസെദേക്ക് കെദോർ ലാവോമറെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്.